വെൽക്കം ടു ഷലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ സോഫ്റ്റ് പൂരിയാണ്. ഒരു ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി എടുക്കാം. നമുക്കിനി അതിന്റെ നടുവിലേക്ക് ചെറിയൊരു സ്പേസ് ഉണ്ടാക്കാം. 3 ടേബിൾ സ്പൂൺ റവ, 1/4 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, 1/4 കപ്പ് പാല്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിതെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാം ഒന്ന് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ആവശ്യമാണെന്ന് തോന്നുവാണെങ്കിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ലൊരു സോഫ്റ്റ് ഡോ ഉണ്ടാക്കാം. നമുക്ക് കുറച്ച് ഓയിലും കൂടെ നമുക്ക് ചേർക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഒരു 3 തൊട്ട് 4 മിനിറ്റ് വരെ ഒന്ന് നന്നായി കുഴച്ചെടുക്കാം. ഇനി നമുക്കിത് 1 മണിക്കൂർ മാറ്റി വയ്ക്കാം. 2 മണിക്കൂർ വെച്ചാലും നല്ല സോഫ്റ്റ് ആവും. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പം നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ അറിയാം. ഇനി നമുക്കത് ഒന്നും കൂടി ഒന്ന് കുഴച്ച് ചെറിയ ഉരുളകളാക്കാം. ഒരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ളത്, ഒരുപാട് അങ്ങ് വലുതാവണ്ട. ഇനി എല്ലാം ഓരോ ഉരുളകളാക്കി എടുക്കാം. ഇപ്പം എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഒരുപാടങ്ങ് നൈസ് ആവണ്ട, നമുക്ക് റൗണ്ട് ഷേപ്പാക്കി പരത്തിയെടുക്കാം. ഇടയ്ക്ക് പൊടി തട്ടി കൊടുക്കാം. നമുക്ക് ഈ ഒരു തിക്നെസ് ആണ് വരേണ്ടത്, ഒട്ടും നൈസ് ആവരുത്. അങ്ങനെയെല്ലാം നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഓയിൽ ഒഴിക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഓരോ പൂരികൾ ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ സൈഡ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നല്ല പൂരി നല്ല പൊങ്ങി വരും. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, മുകൾ ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ റവ ഇടുന്നതുകൊണ്ടാണ് അങ്ങനെ ക്രിസ്പി ആയിട്ട് വരുന്നത്. ഇനി നമുക്കതിനെ ഊറ്റി വെക്കാം. ഇനി അടുത്ത പൂരി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഓരോ പൂരികളും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നല്ല കൊമളച്ചാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഊറ്റിയെടുക്കാം. അപ്പോൾ എണ്ണ പോയി കിട്ടും. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ എല്ലാ പൂരികളും പൊരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളുടെ സോഫ്റ്റ് ഗോതമ്പ് പൂരി റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.